അധികം ശ്രദ്ധിക്കപ്പെടാത്ത 5 വർക്ക് ഫ്രം ഹോം ജോബിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. വർക്ക് ഫ്രം ഹോം ജോബ് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മളിലേക്ക് വരുന്ന 2 പ്രശ്നങ്ങൾ എന്തെല്ലാണെന്ന് വിചാരിച്ചാൽ, ഒന്ന്, അതിന് ഒരുപാട് സ്കില്ല് ആവശ്യമുണ്ടാവും, ഒരു എക്സ്ട്രാ സ്കില്ല് നമ്മൾ പഠിച്ചെടുക്കേണ്ടി വരും. രണ്ടാമത്തത്, ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അധികം കോമ്പറ്റീഷൻ ഇല്ലാത്ത, എന്നാൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്ന ജോബിനെ കുറിച്ച് റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് കുറേ അധികം ജോബിൻ്റെ പേരുകൾ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ കാലഘട്ടത്തിൽ ഏറ്റവും സൂപ്പറെന്ന് എനിക്ക് തോന്നി ഞാൻ ഷോർട്ട് ചെയ്ത 5 ജോബിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തികച്ചും കാണാൻ ശ്രമിക്കുക. കാരണം ഇതിന്റെ അവസാന ഭാഗം 5ാമതായി പറയുന്ന ജോബാണ് ഏറ്റവും കൂടുതലായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതും ഏറ്റവും കൂടുതൽ വരുമാനം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതും. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ഹായ്, ഞാൻ പ്രിയ. ജോബ് നമ്പർ 1, AI ഡാറ്റ വോയിസ് കളക്ടർ. നിങ്ങൾ കേൾക്കുമ്പോൾ അതൊരു വൻ സംഭവമാണെന്ന് തോന്നും. അത് വൻ സംഭവം ഒക്കെ തന്നെയാണ്, പക്ഷെ അതിന് നമുക്ക് സിമ്പിളായി പറയാം. ആപ്പിൾ, ഗൂഗിൾ പോലുള്ള വലിയ വലിയ ടെക് കമ്പനികൾക്ക് അവരുടെ AI അസിസ്റ്റന്റിനെ ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടി അവർക്ക് വോയിസ് ഡാറ്റ ആവശ്യമുണ്ട്. പക്ഷേ മലയാളമാണ്, നമ്മൾ മലയാളം വാക്കുകളും വാചകങ്ങളും അവർക്ക് ആവശ്യമുണ്ട്. അതൊരു പ്രൊഫഷണൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന് എല്ലാവർക്കും ആവശ്യം. നമ്മുടെ സാധാരണ കൊളോക്കിയൽ ലാംഗ്വേജിൽ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന വാക്കുകളും വാചകങ്ങളാണ് അവർക്ക് ആവശ്യം. അതിനവർ നമ്മളെപ്പോലുള്ള സാധാരണക്കാരെയാണ് അവരെ ഹയർ ചെയ്യുന്നത്. അപ്പോൾ അവർ നമുക്ക് വാക്കുകളും വാചകങ്ങളും നമ്മളെ സ്ക്രീനിലിട്ട് നമ്മളത് നമ്മുടേതായ രീതിയിൽ വിക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ, നോയ്സ് ഒന്നും ഇല്ലാതെ നമ്മളത് റെക്കോർഡ് ചെയ്തിട്ട് തിരിച്ചിട്ട് കൊടുക്കണം. ഇതിന് പ്രത്യേകിച്ച് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയോ കാര്യം ഒന്നുമില്ല. നമുക്കൊരു ലാപ്ടോപ്പും മൈക്കുള്ള ഒരു ഇയർഫോണും മാത്രം മതിയാവും. പിന്നെ അധികം നോയ്സ് ഒന്നും ഇല്ലാത്ത ഒരു നല്ലൊരു സ്പേസും ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ജോലി ഭംഗിയായി ചെയ്തെടുക്കാൻ പറ്റും. ഇതിനൊരു 3 മിനിറ്റിൻ്റെ ഒരു ഓഡിയോ ടെസ്റ്റ് ഉണ്ട്. അതിന് പ്രത്യേകിച്ച് ചെയ്യുന്ന നമുക്കിത് കോൺഫിഡൻ്റ് ആയി ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ള മാത്രം ഒരു ടെസ്റ്റാണ്. അത് നിങ്ങൾ പാസ് ഔട്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായി ഈ ജോലി ചെയ്തെടുക്കാൻ പറ്റും. ഇത് 2 രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ജോബിനായിട്ട് തന്നെ ഡെഡിക്കേറ്റഡ് വെബ്സൈറ്റ് ഉണ്ട്. ഒന്നുകിൽ അതിലൂടെ ചെയ്യാം, അല്ലാതെ ജനറൽ ജോബ് വെബ്സൈറ്റ് ഉണ്ട് ഒരുപാട്. ലിങ്ക്ഡിൻ, ഇൻഡീഡ്, നോക്രി, ഇന്ത്യൻ ശാല, ഇതുപോലുള്ള വെബ്സൈറ്റിൽ നമുക്ക് ഈ ജോബ് ഓഫർ കാണാൻ പറ്റും. സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. റെഡിയല്ലേ? ജോബ് നമ്പർ 2, സെർച്ച് എഞ്ചിൻ ഇവാലുവേറ്റർ. ഇതും ഒരു AI ബേസ്ഡ് ജോബ് തന്നെയാണ്. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യില്ലേ പല കാര്യങ്ങൾക്ക് വേണ്ടി. അപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ ജനറേറ്റ് ചെയ്ത് വരുന്ന ഡാറ്റാസ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ജോലിയാണിത്. ഇതിന് ഈ കമ്പനീസ് ഒക്കെ സാധാരണക്കാരെ ഹയർ ചെയ്യുന്നുണ്ട്. ഇതിന് അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് OneFormയാണ്. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ തന്നെ സാധാരണ ജോബ് വെബ്സൈറ്റിലൊക്കെ ഇതിന്റെ ഓഫർ കാണാൻ പറ്റും. അതിലൊക്കെ കയറി നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഓഫർ കാണാനും പറ്റും, ഈ ജോബ് ചെയ്യാനും പറ്റും. ഇതിന് പ്രത്യേകിച്ചും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രത്യേകിച്ച് ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യമില്ല. ഒരു ലാപ്ടോപ്പ് അത്യാവശ്യമാണ്, കൂടെ ഒരു ഇന്റർനെറ്റും. ഇത്രയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭംഗിയായി ഇത് ചെയ്തെടുക്കാൻ പറ്റും. 22,000 രൂപ വരെ നിങ്ങൾക്ക് മാസം ഏൺ ചെയ്യാൻ പറ്റും. ഒരു ആഴ്ചയിൽ 15 മുതൽ 20 മണിക്കൂർ വരെയാണ് ഇതിന്റെ വർക്കിംഗ് ടൈമും. വർക്കിംഗ് ടൈം ഉള്ളത് നിങ്ങൾക്ക് കൂളായി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതൊരു നല്ല സൈഡ് ഇൻകം ആയിരിക്കും. ട്രൈ ഔട്ട്. ജോബ് നമ്പർ 3, മലയാളം കോണ്ടന്റ് മോഡറേറ്റർ. ഇത് ചില കമ്പനികളുടെ ഭാഗമായിട്ടായിരിക്കും നിങ്ങൾ പ്രവർത്തിക്കേണ്ടി വരിക. ജോബ് എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന വൾഗർ ആയിട്ടുള്ള പോസ്റ്റും പിന്നെ മെസ്സേജസും അതുപോലുള്ള കാര്യങ്ങൾ, കമൻസും ഇതൊക്കെ ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. ഇത് കൃത്യമായി ചെക്ക് ചെയ്ത് എന്തൊക്കെയാണോ വൾഗറായി വരുന്നത് അതൊക്കെ ഡിലീറ്റ് ചെയ്യുക. അതേത് നമ്പറിൽ നിന്നാണോ വരുന്നത്, ഏതാണോ അതിൻ്റെ റൂട്ട്, അത് ബ്ലോക്ക് ചെയ്യുക. ഇതാണ് ഈ ജോലിയുടെ ഉദ്ദേശം. ഇത് മിക്കവാറും ഞാൻ പറഞ്ഞു ചില കമ്പനികളുടെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യേണ്ടി വരും. ഇതിനും പ്രത്യേകിച്ച് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. പക്ഷേ ഇതിന് ഡെഡിക്കേറ്റഡ് വെബ്സൈറ്റ് ഒന്നുമില്ല. സാധാരണ കോമൺ ആയിട്ടുള്ള ജോബ് വെബ്സൈറ്റ്, ഫൈവർ, ലിങ്ക്ഡിൻ, അപ്വർക്ക് ഇതുപോലുള്ള വെബ്സൈറ്റിലാണ് ഇതുണ്ടാവുക. അപ്പോൾ ഇത് നിങ്ങൾ കയറി ഈ വെബ്സൈറ്റിലൊക്കെ കയറി നിങ്ങൾ സെർച്ച് ചെയ്താൽ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. 10 മുതൽ 15,000 രൂപ വരെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഇതൊരു സ്റ്റേബിൾ ഇൻകം ആണ്. അപ്പോൾ ഇതൊന്ന് സെർച്ച് ചെയ്യുക. ഇതിന് +2ൻ്റെ ആവശ്യം വരെ ഉണ്ട്. അല്ലാതെ ഡിഗ്രിയോ മറ്റ് ടെക്നിക്കൽ നോളജോ ഒന്നും ഇതിന് വേണ്ട. ഇത് നല്ലൊരു സൈഡ് ഇൻകം ആയിരിക്കും. ട്രൈ ഔട്ട് ദിസ്. ജോബ് നമ്പർ 4, ഓൺലൈൻ എക്സാം ഇൻവിജിലേറ്റർ. ആയിട്ട് എക്സാം നടത്തുമ്പോൾ തന്നെ അതിനൊരു എക്സാമിനർ ഉണ്ടാവുമല്ലോ. ഓൺലൈനായി നടത്തുന്ന എക്സാമിൻ്റെ ഇൻവിജിലേറ്ററായി ജോലി ചെയ്യുന്നതാണ് ഈ ജോബ്. എല്ലാ കമ്പനികൾക്കും മിക്ക കമ്പനികൾക്കും അവരുടെ സ്റ്റാഫിനെയും മറ്റും റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി അവർ ഓൺലൈനായിട്ട് എക്സാം നടത്തുന്നുണ്ട്. ആ എക്സാമിന് നിങ്ങൾ ഇൻവിജിലേറ്ററായി നിൽക്കുക എന്നുള്ള ഈ ജോലിക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ ഭംഗിയായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡ്യൂട്ടിയാണിത്. ഇതിന് ഡെഡിക്കേറ്റഡ് വെബ്സൈറ്റ് ഒന്നുമില്ല. നിങ്ങൾ സാധാരണ കോമൺ ആയിട്ടുള്ള ജോബ് വെബ്സൈറ്റ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ ലിങ്ക്ഡിൻ, ഇൻഡീഡ് പോലുള്ള വെബ്സൈറ്റിൽ കയറി സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ വേക്കൻസി കാണാൻ പറ്റും. ഇതിന് ഡിഗ്രിയാണ് ഇതിൻ്റെ
യോഗ്യതയായി ക്വാളിഫിക്കേഷനായി പറയുന്നത് ഡിഗ്രിയാണ്. ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഒരു ലാപ്ടോപ്പും ഒരു വെബ്കാമും ആണ് വേണ്ടത്. അത് അത്യാവശ്യമാണ് വെബ്കാം. പിന്നെ വൈഫൈയും വേണം. അപ്പോൾ ഇത് മൂന്നും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭംഗിയായി ജോലി ചെയ്യാൻ പറ്റും. ഓൺലൈൻ എക്സാം ഇൻവിജിലേറ്റർ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ജോബ് നമ്പർ 5 ഇതാണ് ഈ സീരീസിൽ ഞാൻ അവസാനമായി പറയാൻ പോകുന്ന ജോബ്. അപ്പോൾ അതിനൊരു കാര്യം പറയാം. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് തുടരാം അല്ലേ. ഓൺലൈൻ ട്യൂട്ടറിംഗിൽ ബിഗ് സ്കെയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കയറി ഒന്ന് കണ്ടു നോക്കാം. അല്ലാതെ ഇത് മറ്റൊരു തരത്തിൽ ഓൺലൈൻ ട്യൂട്ടറിംഗ് ചെയ്യേണ്ടതിനെ കുറിച്ച് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഞാൻ ഈ പറഞ്ഞ കൂട്ടത്തിൽ ഏറ്റവും നന്നായി ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണിത്. കാരണം ഇത് ഒട്ടുമിക്ക ആൾക്കാർക്കും ഒന്ന് ശ്രമിച്ചാൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതിന് 2 വെബ്സൈറ്റാണുള്ളത്. ഒന്ന് ക്യുമാത്തും പിന്നെ ഒന്ന് വേദാന്തും. കേട്ടിട്ടുണ്ടാവും അല്ലേ നിങ്ങൾ? അപ്പോൾ ഇതിൽ കയറിയാൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോപ്പർ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ ലിങ്കിനെ ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരു എക്സാം കണ്ടക്ട് ചെയ്യാൻ പറ്റും. ആ എക്സാം പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഓൺലൈൻ ട്യൂട്ടറിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഈ പ്രൈമറി കുട്ടികൾക്കാണ് നിങ്ങൾ ട്യൂഷൻ എടുക്കേണ്ടത്. ട്യൂഷൻ എന്ന് പറഞ്ഞാൽ 1-on-1 ട്യൂഷനാണ് എടുക്കേണ്ടത്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ അവരെ ഹോംവർക്ക് ചെയ്യിക്കുക, അവർക്കൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടാക്കുക, അവരുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക, പഠനവുമായി ബന്ധപ്പെട്ട അവരുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ സമയത്തിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഇതിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നത്. കാരണം വെച്ചാൽ ഒരു കുട്ടികൾക്കോ 2 കുട്ടികൾക്കോ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. ഫുൾ ടൈം ജോബായും നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. ഇത് തീർത്തും ഫുള്ളി ഒരു ഹോം ബേസ്ഡ് ജോബ് തന്നെയാണിത്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇത് വീട്ടമ്മമാർക്ക് മാത്രമല്ല, കോളേജ് പഠിക്കുന്ന കുട്ടികൾക്കായാലും അവരുടെ സമയത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ജോലി ചെയ്യാൻ പറ്റും. കാരണം കോളേജിൽ രാവിലെ പോകുന്നവരാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ചെയ്യാനും, അല്ലെങ്കിൽ വൈകുന്നേരത്തെ ഫ്രീ ടൈം ചെയ്യാനും, അല്ലെങ്കിൽ രാവിലെ ഏറ്റവും നേരത്തെ ചെയ്യാനും ഒക്കെ പറ്റുന്നൊരു ജോബായത്. കാരണം ഇത് പ്രൈമറി കുട്ടികൾക്കാണ്. 1st സ്റ്റാൻഡേർഡ് മുതൽ 8th സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾക്ക് മാത്രം എടുക്കുന്ന ഒരു ട്യൂഷനായത്. ഇതൊരു സൂപ്പർ കോണ്ടന്റ് ആയിരിക്കുന്ന എനിക്ക് തോന്നുന്നത് ഈ ഓൺലൈൻ ട്യൂട്ടറിങ്. ഇവർക്ക് കൂടുതലായിട്ട് നിങ്ങൾ ഒരുപാട് പഠിപ്പിച്ചു കൊടുക്കൊന്നും വേണ്ട. ഇവരൊന്ന് കെയർ ചെയ്യുക, ഇവരുടെ പസിൽസ് ഒക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുക, ഹോംവർക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കുക, പിന്നെ ഇവരുടെ ഫീഡ്ബാക്ക്, ഇവർ നല്ലൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുക, ഇവരുടെ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുക. എന്ത് കാര്യങ്ങളും ചിലപ്പോൾ വീട്ടിൽ പറയുമ്പോൾ വീട്ടുകാരെ കാണും കുറച്ചുകൂടെ നമ്മളൊന്ന് ഒരു ഇൻറ്റിമസി ഉണ്ടാക്കിയെടുക്കുക കുട്ടികളുമായിട്ടുള്ള. അത്രയും നിങ്ങൾ ചെയ്യേണ്ടു. അതെല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. എന്തുകൊണ്ടും ഇത് നിങ്ങൾക്ക് സൂപ്പറാവും. ട്രൈ ചെയ്തൂടെ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലേ ഈ 5 ജോബ്? പൊതുവേ ശ്രദ്ധിക്കപ്പെടാത്ത 5 ജോബിൻ്റെ കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അധികം ഒരുപാട് കോമ്പറ്റീഷനൊന്നും ഇല്ലാത്തൊരു ഫീൽഡാണിത്. അപ്പോൾ നിങ്ങൾ നന്നായി ശ്രമിച്ചാൽ വളരെ ഭംഗിയായി നിങ്ങൾക്കിത് ചെയ്തെടുക്കാൻ പറ്റും, ഏൺ ചെയ്യാനും പറ്റും. അപ്പോൾ ഇതൊരു നല്ലൊരു കാര്യമാണ്. അപ്പോൾ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന മറ്റൊരു 5 ഹോം ബേസ്ഡ് ജോബിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതാ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ കയറി കണ്ടു നോക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇതെല്ലാം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത് കയറി അതിൻ്റെ ഡീറ്റെയിൽസ് അറിഞ്ഞ് അത് ഭംഗിയായി ചെയ്തെടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, സീ യു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.